ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒരുപാട് ഇരിക്കുന്നു. വെള്ളക്കുപ്പികൾ കുറെ ഉണ്ട്, കുറെ വെള്ളങ്ങളും ഉണ്ട്. സ്റ്റിക്കറൊക്കെ ഞാൻ പൊളിച്ചു കളഞ്ഞു. അതൊക്കെ ഒരു രസമാണേ. ഓക്കെ, ഇതെന്താ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കിന്നിലെ ഡ്രൈനെസ് ഉണ്ടാവും. അപ്പം ഡ്രൈനെസ് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ. ഞാൻ ഉപയോഗിച്ച് എനിക്ക് നല്ല റിസൾട്ട് വന്നൊരു സാധനമാണ്. പക്ഷേ ഞാൻ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാനത് ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ എന്റെ സ്കിന്നിന്റെ ഇവിടെ എല്ലാം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ വീണ്ടും ഞാൻ ഉപയോഗിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ നിങ്ങളെ കൂടെ കാണിച്ചു തരാം, നിങ്ങൾക്ക് ഒരു ഉപകാരമാകുമല്ലോ എന്ന് വിചാരിച്ചു. ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആവുമെന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റോസ് വാട്ടർ വേണം, പ്യുവർ റോസ് വാട്ടർ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഗ്ലിസറിൻ. ഇതെല്ലാം കണ്ട ഒരുപോലെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പൊ ഞാൻ എന്താ പറയാ, നിങ്ങൾക്ക് അത് ടൈപ്പ് ചെയ്തിട്ടേക്കാം. അപ്പം ഇത് രണ്ട് സാധനം വെച്ചാൽ ഗ്ലിസറിനും അതുപോലെ തന്നെ റോസ് വാട്ടറും. അതപ്പോ എങ്ങനെയാണ് നമുക്ക് മിക്സ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഒരു സെയിം ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് എന്താ പറയാ, കുറച്ച് ഇതിന്റെ പകുതി, രണ്ട് ഈക്വൽ ക്വാണ്ടിറ്റിയിൽ വേണം എടുക്കാൻ കേട്ടോ. അപ്പൊ അതെ ഇതിന്റെ പകുതി ഞാൻ പകുതി റോസ് വാട്ടർ ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഗ്ലിസറിൻ ആണ് കേട്ടോ. നമുക്ക് പകുതി ഗ്ലിസറിനും കൂടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഗ്ലിസറിനും ചേർത്തിട്ടുണ്ട്, റോസ് വാട്ടറും ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്നാ വെച്ചാൽ നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യണം. ഇത് രണ്ടും കൂടെ മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ചെറിയൊരു ചൂടൊക്കെ ഉണ്ടാവും, അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. ഓക്കെ, നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത്രയുള്ള പരിപാടി. ഓക്കെ, ഇത് എന്നിട്ട് എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പുറത്ത് തന്നെ വെക്കാം കേട്ടോ. വേറെ ഫ്രിഡ്ജിലോ കാര്യങ്ങളോ ഒന്നും വെക്കേണ്ട കാര്യം. ചെറിയ ബോട്ടിലാണെങ്കിൽ നമുക്ക് പോകുന്ന സമയത്ത് പുറത്തൊക്കെ പോകുന്ന സമയത്തൊക്കെ ഉപയോഗിക്കാം. വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പൊ അതെന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചെടുക്കുക. കുറച്ച് നമ്മൾ കയ്യിലെടുത്തതിന് ശേഷം ചുമ്മാ വെള്ളം പോലെ തന്നെ ഇരിക്കത്തുള്ളൂ. എന്നിട്ട് നമുക്ക് എവിടെയാണോ ഈ ഡ്രൈനെസ് ഉള്ളത് ആ ഭാഗത്ത് നന്നായിട്ട് നമ്മൾ തേച്ച് കൊടുക്കുക. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു ഒട്ടലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല. ഞാനത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ നോക്ക്, എൻ്റെ സ്കിന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇത് ഞാൻ തുടർന്ന് 7 ദിവസം ഞാൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ സ്കിന്നിന്റെ ഇത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് എൻ്റെ സ്കിന്ന്. ഓക്കെ, അപ്പം കുളിച്ചതിന് ശേഷം നമ്മൾ കയ്യിലും കാലിലും മുഖത്തും ദേഹത്തും ഒക്കെ തേക്കാം. വേറെ ഡ്രൈനെസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം നമുക്ക് തേക്കാം. എന്നിട്ട് ഒരു ദിവസം 2 തവണ തേക്കാം. ഇല്ല, കൂടുതൽ ഡ്രൈനെസ് ഉണ്ടെങ്കിൽ 2 തവണ തേക്കാം കേട്ടോ, രാവിലെ വൈകുന്നേരം. പിന്നെ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ 1 തവണ തേച്ചാൽ മതിയാവും. അപ്പം ഇതായിരുന്നു നമ്മുടെ വീഡിയോ. തുടർന്നൊരു 7 ദിവസം അല്ലെങ്കിൽ ഒരു 5 ദിവസം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ റിസൾട്ട് പറയണം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നല്ല നല്ല കമന്റ്സുകൾ ഇടുക. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ, സീ യു.